അള്ളാഹു തആലയിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അത് സൃഷ്ടികളിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ ശിർക്കാണ് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ മനുഷ്യ കഴിവിന് അതീതം എന്നത് സൃഷ്ടി കഴിവിന് അതീതമായത് ചോദിക്കലാണ് പ്രാർത്ഥന എന്ന നിർവചനം വന്നു. അതോടുകൂടി പൊളിഞ്ഞുപോയി. സത്യത്തിൽ രണ്ട് നിർവചനവും തൗഹീദ് തകരാത്ത നിർവചനമാണ്. നമ്മളിൽ ചില ആളുകളും വിചാരിച്ചു ഈ ഇസ്ലാം മാസികയിലെ ലേഖനത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ പ്രതിസന്ധി ആകെപ്പാടെ തരണം ചെയ്തത് എന്നാണ്. എന്താ ചില ആളുകളുടെയൊക്കെ സന്ദർഭോചിതമായ ഇടപെടലുകളും പിന്നെ വാക്കുകൾ കൊണ്ട് ചില കുത്തിത്തിരിപ്പുകളൊക്കെ നടത്തിയപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ തോന്നിപ്പോയതാണ്. സത്യത്തിൽ ആ രണ്ട് നിർവചനവും പരസ്പര വൈരുദ്ധ്യമല്ല, ഒരിക്കലും തന്നെ നിലപാട് മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതുമല്ല. അത് നീ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നായിരിക്കുമ്പോ പല ആളുകളും ചിന്തിക്കുക. കാരണം പുറത്തുള്ള ആളുകളും പറയും അത് മുജാഹിദ് പ്രസ്ഥാനത്തെ നേതാക്കന്മാർ പറയണ്ടേ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ എല്ലാ ആളുകളും വിചാരിക്കും അത് ഇത്ര പോകുന്ന പജ്ജ പറയേണ്ടത് നമുക്ക് നമ്മളെ നേതാക്കന്മാരില്ലേന്നാ. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തില് മുടിചൂടാമന്നനായ, അതുപോലെ തന്നെ സഹോദരങ്ങളെ അമരക്കാരനായ, അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലെ തലതൊട്ടപ്പനായ വലിയ നേതാവ് അബ്ദുറഹ്മാൻ സലഫി. ആ അബ്ദുറഹ്മാൻ സലഫി ഈ വിമർശനങ്ങൾക്ക് ആധികാരികമായി മറുപടി കൊടുക്കുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. അപ്പൊ ഖുറാഫികൾ മടവൂരികളെ ഉപയോഗിച്ച് ഇറക്കിയ ഡോക്യുമെന്ററിയിൽ പറഞ്ഞ ആ വിമർശനവും ഇപ്പോൾ നൗഷാദ് ഹസനി മുജാഹിദുകളെ ഇട്ട് കസർത്തിയതൊക്കെ അവിടെ തന്നെ പൊളിയും. അതൊന്ന് കേട്ടോളൂ. മടവൂരികൾ നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ മനുഷ്യ കഴിവിനപ്പുറം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയെങ്കിൽ ഈ ജിന്നിന്റെ വിഷയം വന്നതിന് ശേഷം മനുഷ്യ സൃഷ്ടികൾക്കപ്പുറം എന്ന് പറയുന്നുണ്ട്. ഈ വാദം ശരിയാണോ? അവർ ഉന്നയിക്കുന്നതിന് എന്താണ് മറുപടി പറയുക? നമ്മൾ ഉപയോഗിച്ച ഒരു വാചകവും തിരുത്തേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലാണ്. പണ്ടത്തെ പ്രയോഗങ്ങളെക്കാൾ നല്ല ചില പുതിയ പ്രയോഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ ഒരു മനുഷ്യനോട് അവന്റെ കഴിവിന് അതീതമായ കാര്യങ്ങൾ, ഇതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അവരോട് സഹായം ആവശ്യപ്പെടുക, പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ് ശിർക്ക്. അപ്പൊ മുമ്പ് ഉപയോഗിച്ച വാചകങ്ങൾ തിരുത്തേണ്ടതോ അങ്ങനെ തിരുത്തുന്ന ഒരവസ്ഥയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. നമ്മളൊക്കെ എപ്പോഴും ആ പണ്ട് പറഞ്ഞ അത് തന്നെ പറയാറുള്ളത്. അതിങ്ങനെ ആരെങ്കിലും എഴുതുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ചില ആളുകൾ ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് തിരുത്തേണ്ട ഒരാവശ്യമല്ല. ഇനിയിപ്പോ ഒരാൾ മനുഷ്യ കഴിവിന് അതീതമായ എന്നതിന് പകരം സൃഷ്ടികളുടെ കഴിവിന് അതീതമായ എന്ന് എഴുതിപ്പോയാൽ ആദ്യം പറഞ്ഞത് തെറ്റും രണ്ടാമത്തേത് ശരിയും എന്ന് അതിന് അർത്ഥമില്ല. ഇതുകൊണ്ട് രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നുമില്ല എന്നതാണ്. അപ്പൊ സഹോദരങ്ങളെ, മനുഷ്യ കഴിവിന് അതീതം എന്ന് പറഞ്ഞാലും സൃഷ്ടി കഴിവിന് അതീതം എന്ന് പറഞ്ഞാലും പ്രാർത്ഥന നിർവചനം അവിടെ കൃത്യമാണ് എന്നാ. പിന്നെ മൂപ്പര് പറയുന്നത് നമ്മളൊക്കെ ആ പണ്ട് പറഞ്ഞു പോകുന്ന അതെങ്ങനെ പറയാറില്ല. പണ്ട് പറഞ്ഞു പോകുന്നത് സഹോദരങ്ങളെ വെറും മനുഷ്യ കഴിവിന് അതീതമായത് ചോദിക്കലാണ് പ്രാർത്ഥന എന്നല്ല. അത് കുഞ്ഞുമുമ്പിന്റെ കുഞ്ഞീദ് മദനിയുടെ ഒരു പുസ്തകത്തില് പ്രാർത്ഥനയ്ക്ക് നിർവചനം എഴുതിയപ്പോൾ അക്സാഹായത്തിൽ ഖുദൂഇ വതദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും വണക്കവും ഉദ്ദേശിച്ചുകൊണ്ടൊരു വിളി എപ്പോഴാണ് വരിക എന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഉണ്ട്. ഏതാ? വയനാട് ചുരത്തിലൂടെ ഒരു വണ്ടി പോകുമ്പോൾ ബ്രേക്ക് പൊട്ടി വീണാൽ അവിടെ മനുഷ്യാതീത സൃഷ്ടിയെ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കഴിവുകളും അവിടെ അവസാനിച്ചു. ഈ ഒരു അപകടത്തിൽ നിന്ന് ഇനി യഥാർത്ഥത്തിൽ അവിടെ രക്ഷിക്കുവാൻ പടച്ചു തമ്പുരാനല്ലാതെ സാധിക്കൂല എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ഹൃദയത്തിൽ നിന്ന് അഗാധമായി ഉയരുന്നൊരു വിളി, ആ വിളിയെ പറ്റി അവിടെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം വിശദീകരിച്ചതെന്താ? മനുഷ്യാതീത കഴിവിനപ്പുറത്തുള്ള സൃഷ്ടിന. അപ്പൊ ഇപ്പോൾ മനുഷ്യ കഴിവിന് അതീതമായി ചോദിക്കലാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ജിന്നിനെയും മലക്കിനെയും വിളിക്കാം എന്ന് നിങ്ങൾ സമ്മതിച്ചതോടുകൂടി നിങ്ങളുടെ നിർവചനം പൊളിഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ സത്യത്തില് കുഞ്ഞീദ് മദനിയുടെ പുസ്തകം ദുരുപയോഗം ചെയ്യാണ് ഖുറാഫികൾ ചെയ്യുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് ചില ആളുകൾ പറയുന്നത് നമ്മൾ പറഞ്ഞതൊക്കെ പണ്ട് അങ്ങനെ തന്നെ എഴുതൂ, പിന്നെ ചില ആളുകളൊക്കെ എഴുതിയപ്പോൾ മാറിപ്പോയെങ്കിൽ അതിന്റെ പിന്നാലെ പോണ്ടാണ്. സത്യത്തില്
1944 കാലഘട്ടങ്ങളിൽ, 1950 കാലഘട്ടങ്ങളിൽ, 60കളിൽ ഒക്കെ സഹോദരങ്ങളെ പുസ്തകങ്ങളിലും സംവാദ വ്യവസ്ഥകളിലൊക്കെ നമ്മൾ എഴുതി പോകുന്നത് എന്താണ്? പ്രാർത്ഥനയുടെ നിർവചനം എഴുതിയപ്പോൾ സൃഷ്ടികവിന് അതീതമായ കാര്യങ്ങൾ അത് സൃഷ്ടികളോട് തേടുമ്പോൾ ശിർക്കായി, അതേപോലെ തന്നെ അല്ലാഹു തആലയോട് തേടുമ്പോൾ അത് തൗഹീദായി. അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായി സൃഷ്ടികവിന് അതീതമായത് ചോദിക്കലാണ് പ്രാർത്ഥന എന്നത് 2007 ഇസ്ലാം മാസികയ്ക്ക് ശേഷം ജിന്നിനെയും മലക്കിനെയും വിളിച്ചു തരാനുള്ള സൗകര്യത്തിന് വേണ്ടി മാറ്റിയതാണ് എന്നത് നിങ്ങൾ ഒരിക്കലും തന്നെ തെറ്റിദ്ധരിക്കരുത്. അത്രയുമാ സലഫി തന്നെ വ്യക്തമായി പറഞ്ഞു, രണ്ടും പറഞ്ഞാലും പരസ്പര വൈരുദ്ധ്യമല്ല. പിന്നെ അദ്ദേഹം പറയുകയാണെന്ന് നമ്മളൊക്കെ പണ്ട് പറഞ്ഞത് തന്നെ പറയാറുള്ളത്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്തൊക്കെ ഇപ്പൊ ഈ വാഴക്കാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അനവധി ഖണ്ഡനം നടത്തി ദഅവാ രംഗത്ത് സജീവമായി നിറഞ്ഞു നിന്നിരുന്നു. പിന്നെ ഇപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സംഘടനയുടെ ഒരുപാട് ചുമതലകൾ അദ്ദേഹത്തിന് മുതുകിൽ വന്നിട്ട് അമർന്ന് ഞെരിഞ്ഞ് പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പൊ ദേവാരംഗത്തില്ല. അപ്പൊ ആ ദേവാരംഗത്തില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഈ നിർവചനങ്ങളും അതുപോലെ തന്നെ ഈ പഴയ പുസ്തകങ്ങളൊന്നും വായിക്കാൻ മൂപ്പരസം സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മാത്രം പറഞ്ഞാണ്, അല്ലാതെ പഴയ കാലത്ത് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലായിരുന്നു. ഇപ്പോൾ പുതിയതായി ഉണ്ടാക്കിയതാണ്, എങ്കിലും അത് രണ്ടും പരസ്പര വൈരുദ്ധ്യമല്ല എന്നൊക്കെ പറയേണ്ടി വന്നത്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും നിലപാടുകൾ എന്താണ് എന്ന് വ്യക്തമായി ഈ വിമർശനങ്ങൾക്ക് സഹോദരങ്ങളെ പ്രസ്ഥാനത്തിൽ നിന്ന് സക്കരിയ സലാഹി പുറത്താകുന്നതിന് മുമ്പ് തന്നെ മടവൂരികൾക്കും ചുവൂരികൾക്കും നൽകിയ മറുപടി ഉണ്ട്. ആ മറുപടി ഒന്ന് നിങ്ങൾ കേട്ടോളൂ. പറഞ്ഞിരുന്നത് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ ഗുണമോ അഭൗതികമായ മാർഗത്തിലൂടെ ഗുണമോ ദോഷമോ ചെയ്യാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടുകൂടി മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ ആരോടെങ്കിലും സഹായം തേടിയാൽ, അഭ്യർത്ഥന നടത്തിയാൽ അതാണ് പ്രാർത്ഥന എന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് മാറ്റി എന്നാണ്. എന്നാ പിന്നെ മനുഷ്യ കഴിവിന് അതീതമായ എന്നിടത്ത് സൃഷ്ടികളെ കഴിവിന് അതീതമായ എന്ന് തന്നെ പറഞ്ഞാൽ പോരായിരുന്നോ? വാസ്തവത്തിൽ ഇങ്ങനെ നമ്മൾ പ്രയോഗിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇവിടെ മുസ്ലിമീങ്ങളിലെ ശിർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ മനുഷ്യരിൽപ്പെട്ട മഹാന്മാരാണ്. ബദരീങ്ങള്, മമ്പർക്ക തങ്ങള്, മൊയ്യദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ് തുടങ്ങി അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്നവരൊക്കെ മനുഷ്യന്മാരാണ്. അതുകൊണ്ട് നമ്മൾ അവരോട് ചോദിക്കുന്നു, ജനങ്ങളെ, നിങ്ങൾ ഈ ചോദിക്കുന്ന കാര്യം കേവലം മനുഷ്യനായ ബദരീങ്ങൾക്കോ അല്ലെങ്കിൽ മൊയ്യദ്ദീൻ ഷെയ്ഖിനോ മമ്പറന്തങ്ങൾക്കോ തരാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് വ്യക്തമാക്കാനാണ് മനുഷ്യ കഴിവിനതീതമായ എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചത്. പക്ഷേ ആ വാക്കിൽ കടിച്ചു തൂക്കിക്കൊണ്ട് സൃഷ്ടികളെ കഴിവിനതീതമായ എന്നത് ഇപ്പോൾ പുതുതായി ഉണ്ടാക്കിയതാണ്. ജിന്ന് വിഷയം വന്നപ്പോ ജിന്നുകളോട് സഹായം തേടുന്നത് തെറ്റല്ല എന്ന് പറയാൻ വേണ്ടി പുതുതായിട്ട് ഇവർ കണ്ടുപിടിച്ചതാണ് എന്നാണ് പറയുന്നത്. ഞാൻ എന്റെ മറുപടിയിൽ 1944 നമ്മൾ ഇറക്കിയ കണ്ണൂരിൽ അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ അത്തൗഹീദ് എന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചിരുന്നു. ആശയിൽ നിശ്ചയിച്ചിട്ടില്ല എന്ന് സങ്കല്പിച്ചാൽ തന്നെയും മതപരമായി ദുആ എന്ന പദം പ്രസ്തുത സംബോധനത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അപ്പൊ ദുആ എന്നത് മതപരമായ അർത്ഥത്തിൽ സൃഷ്ടികളെ കഴിവിനപ്പുറത്തിലുള്ള കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി അപേക്ഷക്കാണ് പറയാം എന്ന് വ്യക്തമായി. അതേ പുസ്തകത്തിൽ തന്നെ 104-ാമത്തെ പേജിൽ എന്നാൽ സൃഷ്ടികളോട് അവർക്ക് കഴിവുള്ള സംഗതികളിൽ സഹായത്തിന് അപേക്ഷിക്കാമെന്നതിനെ ആരും തന്നെ നിഷേധിക്കുന്നില്ല. സൃഷ്ടികളോട് അവർക്ക് കഴിവുള്ള സംഗതികളിൽ സഹായത്തിന് അപേക്ഷിക്കാമെന്നതിനെ ആരും തന്നെ നിഷേധിക്കുന്നില്ല. അപ്പൊ സൃഷ്ടികളെ കഴിവിന് അതീതം എന്നുള്ളത് ഇപ്പോ ഞാനോ അനസ് മൗലവിയോ അബ്ദുൽ ജബ്ബാർ മൗലവിയോ കണ്ടുപിടിച്ചതല്ല. 1944 നമ്മൾ എഴുതിയിട്ടുണ്ട്. തീർന്നില്ല. പരപ്പനങ്ങാടിയിൽ നടന്ന ഒരു വാദപ്രതിവാദം, 1950 നടന്ന വാദപ്രതിവാദം, സമസ്ത കേരള ജമിയത്തുലമയും കേരള ജമിയത്തും എന്ന വാദപ്രതിവാദം, അത് സംബന്ധമായ ഒരു സംയുക്ത കമ്മിറ്റി പുറത്തിറക്കിയിട്ടുള്ള പുസ്തകം. ആ പുസ്തകത്തിന്റെ 37-ാമത്തെ പേജിൽ കേട്ടോളൂ നിങ്ങള്. ഇനിയും നിങ്ങൾ ആരോപണം പറയരുത്. സൃഷ്ടികളെ കഴിവിനതീതമായ കാര്യങ്ങൾ എന്നത് ഇപ്പോൾ മുജാഹിദുകൾ കണ്ടുപിടിച്ചതാണെന്ന് ഏപ്പികളും ഈക്കകളും മടവൂരികളും പച്ചനുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടുദ്ധരണി ഞാൻ വായിച്ചു, 3-ാമത്തത് കേട്ടോളൂ. അപ്പോ മനുഷ്യ കഴിവിൽപ്പെടാത്തതെന്നല്ല, പടപ്പുകളുടെ കഴിവിൽപ്പെടാത്തത്, സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത്, പടച്ചവന്റെ കയ്യിൽ മാത്രം ഇരിക്കുന്നത്, അത് പടച്ചവനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അത് പടച്ചവനോട് ചോദിച്ചാൽ യഥാർത്ഥ പ്രാർത്ഥനയായി, പടപ്പുകളോട് ചോദിച്ചാൽ ഇസ്ലാം വിരോധിച്ച പ്രാർത്ഥനയായി. വേണ്ട. കൊട്ടപ്പുറം സംവാദത്തിൽ നമ്മൾ എഴുതിയതെന്താ? ഈ കുബൂരികൾ തന്നെ OM തരുവണ എഴുതിയ കൊട്ടപ്പുറം സംവാദം എന്ന പുസ്തകത്തിൽ AP അബ്ദുൽ ഖാദറിന്റെ വാദം ഉദ്ധരിച്ചുകൊണ്ട് അയാൾ പറയാണ്,
അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ള കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അത് ശിർക്കാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എ.പി. അബ്ദുൽ ഖാദർ മൗലിയ പറയുന്നത് അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ള കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ മനുഷ്യന്റെ കഴിവിനപ്പുറമുള്ള എന്നല്ല. ഇനിയും കേട്ടോളൂ, 31-ാമത്തെ പേജിൽ എ.പി. അബ്ദുൽ ഖാദർ മൗലിയ തന്നെ പറയാണ്, മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടിയാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാനുള്ള കഴിവ് അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് നൽകിയ കഴിവിനപ്പുറമാകുന്നു. ആ അപ്പുറമുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ശിർക്കായി മാറുന്നു. അത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് തുല്യമായ കുറ്റമായി. കണ്ടോ, വളരെ വ്യക്തമായി സൃഷ്ടികളെ കഴിവിന്റെ അപ്പുറമുള്ള കാര്യമെന്ന് 1944 അതുപോലെ തന്നെ 50 പിന്നീട് 25 കൊല്ലം മുമ്പ് നടന്ന കൊട്ടപ്പുറം സംവാദത്തിലുമൊക്കെ നമ്മൾ വ്യക്തമായി പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ സഹോദരങ്ങളെ, സൃഷ്ടികവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് വളരെ കൃത്യമായി മുജാഹിദ് പണ്ഡിതന്മാർ വളരെ മുമ്പ് തന്നെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്, ഒരു തത്വമാണ്. അത് എന്തുകൊണ്ടാണ് മനുഷ്യ കഴിവിന് അതീതമായത് സൃഷ്ടികളോട് ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഈ ദുർബലമായ റിപ്പോർട്ടിലൂടെയും ഹസനായ റിപ്പോർട്ടിലൂടെയൊക്കെ കടന്നു വന്ന യാ ഇബാദല്ലാഹ് ഈനൂനി എന്ന ഹദീസ് ഇവിടെ ഉണ്ട്. വിജനമായ പ്രദേശത്ത് വെച്ചുകൊണ്ട് മനുഷ്യരാരുമില്ലാത്തിടത്ത് മലക്കുകളും ജിന്നുകളും ഉള്ളിടത്ത് വെച്ച് അവിടെ അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചു പറയുമ്പോൾ അത് ഈ മുസ്ലിയാക്കന്മാരെന്ത് ചെയ്യും? അത് എടുത്ത് ഉദ്ധരിക്കും. മനുഷ്യ കഴിവിന് അതീതമായി ചോദിക്കലാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നും അവരിൽ നിന്ന് ഗുണമോ ദോഷമോ മനുഷ്യ കഴിവിന് അതീതമായ രൂപത്തിൽ ഗുണമോ ദോഷമോ ചെയ്യാൻ യഥാർത്ഥത്തിൽ അള്ളാഹു തആലക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നും പറഞ്ഞ് ഭാഷാ പരിമിതിയിൽ കടിച്ചു തൂങ്ങിയാൽ യഥാർത്ഥത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ വരും. ഏത് ഇബാദല്ലാഹി ഈനൂനിന്റെ വിഷയം വരും. ഇമാം ബുഖാരി ധരിച്ച ഹാജറ റളിയല്ലാഹു അൻഹാ സഫാ മർവക്കിടയിൽ ഓടിയപ്പോൾ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിനോട് എന്ന് പറഞ്ഞ് ഇസ്തിഹാസ ചെയ്തു. ആ ചോദിച്ചതും ശിർക്കാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അങ്ങനെ സമ്മതിച്ചാൽ ഹാജർ റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്തില്ലേ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചില്ലേ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ പിന്നെ നമുക്ക് നിലക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ സിഹ്ർ, ആ സിഹ്ർ ഫലിക്കുമെന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണമാണ്. അത് വിശ്വസിച്ചാൽ ഒരിക്കലും നമ്മളെന്താവൂല, ഒരിക്കലും തന്നെ ഇസ്ലാമിന്റെ പുറത്തുനിന്ന് പുറത്താകൂല. പക്ഷേ സഹോദരങ്ങളെ, അല്ലാഹു തആലയുടെ സൃഷ്ടികളിൽ മനുഷ്യരല്ലാത്ത മറ്റു സൃഷ്ടികൾ ഇവിടെ ഉണ്ട് എന്നും അവർക്ക് അല്ലാഹു തആല നൽകിയ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ മനുഷ്യരെ സഹായിക്കുന്നുണ്ട്, അതിലൂടെ ഉപദ്രവവും അതുപോലെ ഉപകാരവും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി ഖുർആനും സുന്നത്തും പറഞ്ഞ കാര്യമാണ്. നമ്മൾ ഈ ഭാഷാ പരിധിയിൽ കടിച്ചു തൂങ്ങിയിട്ട് നമ്മുടെ നിർവചനം ഇതാണെന്ന് വാദിച്ചാലോ, സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. കാരണം എന്താ? സിഹ്ർ ഫലിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരിക്കലും തന്നെ കണ്ടെത്താൻ കഴിയാത്ത ജിന്ന് എന്ന വർഗം വഴിയാണ്. അതിലെ പിശാചുക്കളെ ജ്യോത്സ്യന്മാര് സ്വീകരിക്കുകയും ആ ജ്യോത്സ്യന്മാര് പിശാചുക്കൾ ഉപയോഗിച്ച് നമ്മളെ ആക്രമിക്കുകയും ചെയ്യാണ്. ഇത് നാം കാണാത്ത വഴിയാണ്, പക്ഷെ അവിടെ കാര്യകാരണ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനുഷ്യ കഴിവിന് സൃഷ്ടി കഴിവിനോ അതീതമല്ല, അധീനമാണ്. യഥാർത്ഥ അഭൗതികമായ രൂപത്തിലുള്ള ഉപദ്രവമല്ല. അതുകൊണ്ട് തന്നെ ആ ഉപദ്രവം അല്ലാഹു തആലയിൽ നിന്ന് ലഭിക്കുന്ന പോലെയാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പടച്ചുറപ്പിന്റെ ആ സഹായത്തിനും റബ്ബിന്റെ അതുപോലെ അല്ലാഹു തആല നൽകുന്ന ശിക്ഷക്കും എന്ത് വിലയുള്ള? പിന്നെ ഇത് രണ്ടും ഒരേ മാതിരിയാണെങ്കിൽ അപ്പൊ ഈ രൂപത്തിലുള്ള വിഡ്ഢിത്തങ്ങളെല്ലാം മടവൂരികൾ മെനഞ്ഞുണ്ടാക്കിയ പുതിയ തൗഹീദിനുണ്ട്. ആ തൗഹീദ് ഏറ്റുപിടിച്ച 2012 മൂവർ സംഘത്തിന്റെ തൗഹീദിനും അത് സംഭവിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആരും ഒരിക്കലും സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പുതിയൊരു നിർവചനം കൊണ്ടുവന്ന് തകർത്തു എന്ന് തെറ്റിദ്ധരിക്കരുത്. പിന്നെ യഥാർത്ഥത്തിൽ മനുഷ്യ കഴിവിന് അതീതമെന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അവിടെ നമ്മൾ പറയുന്ന വ്യക്തമായ വിശ്വാസ രീതി എന്താ? മനുഷ്യരുടെ കഴിവിന്, മനുഷ്യൻ എന്നത് ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിയുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചതും പറഞ്ഞത് എവിടെ വെച്ചിട്ടാണ്? ദുആ, ഒരു വിളി ദുആ ആകുന്നത് എപ്പോഴാണ്? ആ വിളിയുടെ രീതി രൂപങ്ങൾ പിന്നെ ഏത് രൂപത്തിലാണ് എന്നതാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്. ഉദാഹരണമായി നമ്മളൊരു കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുളത്തിൽ നമ്മുടെ കാല് കുവച്ച് നമ്മൾ മുങ്ങിത്താകാൻ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ വെച്ചുകൊണ്ട് കരയിൽ നിൽക്കുന്ന ഒരു നാരായണനെ ഒരാൾ വിളിക്കുകയാണ്, നാരായണ നീ എന്നെ രക്ഷിക്കണേ എന്ന്. അതൊരു സഹായപ്പെടുത്തലാണ്, ഒരു തേട്ടമാണ്. പക്ഷെ ആ തേട്ടം അഭൗതികമായ മാർഗത്തിലൂടെയല്ല, കാര്യകാല ബന്ധത്തിന് അതീതമല്ല. അതുപോലെ തന്നെ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുമുള്ളതല്ല, ഇപ്പുറത്തുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ആ വിളിയെ ഒരിക്കലും ഇസ്ലാം ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. ആ വിളി നമുക്ക് നിഷിദ്ധമാക്കിയതാണ്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണെന്ന് പറഞ്ഞിട്ടുള്ളോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ വിളിക്കുന്നു, നാരായണൻ നമ്മളെ കാണുന്നു, കയറോ വലിയോ എന്തെങ്കിലും ഇട്ട് വന്നിട്ടോ അല്ലെങ്കിൽ മുമ്പ് നീന്തി വന്നിട്ടോ നമ്മളെ രക്ഷിക്കുന്നു. ഇത് നമുക്ക് ഇവിടെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാകുന്നു. എന്നാൽ അവിടെ വെച്ചുകൊണ്ട് ഒരാള് പടച്ച തമ്പുരാനെ നീ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലോ അവിടെ അല്ലാഹു തആല നാരായണൻ വരുന്ന പോലെ വന്ന് നമ്മളെ രക്ഷിക്കുന്ന വിശ്വസിക്കുന്നത് അല്ല. നമുക്കൊരിക്കലും കാണാൻ കഴിയാത്ത രൂപത്തിലാണ് സഹായം വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കാര്യകാല ബന്ധത്തിന്റെ പരിമിതികളൊന്നും അവിടെ ഇല്ല. കാരണം അത് അതീതമാണ്, അഭൗതികമാണ്, തികച്ചും അദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ വിളി യഥാർത്ഥത്തിൽ അല്ലാഹു തആലക്ക് മാത്രം നൽകേണ്ടതാണ്. അതിനാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുക. എന്നാൽ അവിടെ വെച്ചുകൊണ്ട് ഒരാൾ മുഹീദ്ദീൻ ശൈഖേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലോ നാരായണ വിളിക്കണ പോലെയല്ല, അവിടെ അള്ളാഹനെ വിളിക്കണ പോലെയാണ് ഉദ്ദേശം. കാരണം എന്താ? മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടി മരണപ്പെട്ടു പോയതാണ്. കാണാനോ കേൾക്കാനോ നമ്മെ വന്ന് രക്ഷിക്കുവാനോ അദ്ദേഹത്തിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കാണാത്ത കേൾക്കാത്ത ഉപകാരം ചെയ്യാത്ത മരണപ്പെട്ടു പോയ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോൾ കൊടുത്തിട്ടില്ലാത്ത കൈവിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ തികച്ചും അവിടെ അഭൗതികത വരും, കാര്യകാരണ ബന്ധത്തിന് അതീതമാകും, യഥാർത്ഥ ഗൈബാകും. അതുകൊണ്ട് ആ വിളി അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ദുആ പടപ്പിന് തിരിച്ചുവിട്ടത് കൊണ്ട് ശിർക്ക് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഒന്ന് തൗഹീദും ഒന്ന് അനുവദിക്കപ്പെട്ടതും മറ്റൊന്ന് ശിർക്കുമായി. ഇതാണ് സഹോദരങ്ങളെ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം മനുഷ്യ കഴിവിന് അതീതമായത് ചോദിക്കലാണ് ശിർക്ക് അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് വിശദീകരിച്ചത്. അല്ലാത്ത ഒരു തത്വം മുജാഹിദുകൾ കുഞ്ഞിത് വന്നിരിക്കോ അതുപോലെ തന്നെ അത് വിശ്വസിക്കുന്ന ഒരാൾക്കോ അല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വലിയൊരു മരക്കഷ്ണം നമുക്ക് പിടിക്കാൻ കഴിയാത്തത് ആനയെ കൊണ്ട് നമ്മൾ വലിപ്പിച്ചാൽ ആനയോട് സഹായം തരും. മനുഷ്യന് കഴിയാത്തത് ആന എന്ന സൃഷ്ടിയോട് നമ്മൾ ചോദിച്ചാൽ അത് ശിർക്കാണെന്ന് മുജാഹിദുകൾ പറയണ്ടേ? പോലീസ് നായ ഉപയോഗിച്ചുകൊണ്ടൊരു കുറ്റവാളിയെ പിടിച്ചാൽ മനുഷ്യനെ കൊണ്ട് കഴിയാത്തൊരു കാര്യം പോലീസ് നായോട് തേടി അത് ശിർക്കാണെന്ന് പറയണ്ടേ? എന്താ മുസ്ലിയാക്കന്മാരെ മടവൂരികളെ നിങ്ങൾ ഈ പറയണത്? അങ്ങനെ ഒരു വാദം ഞങ്ങൾക്കുണ്ടോ? ഇല്ല. അപ്പൊ കോമൺ സെൻസിൽ എല്ലാ ആൾക്കാർക്കും അറിയാം നമ്മളവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന്. അപ്പോൾ ഈ നിർവചനം യഥാർത്ഥത്തിൽ പുതിയതായി കൊണ്ടുവന്ന് തകർക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ എന്ന് ഇന്ന് സ്റ്റേജ് കെട്ടി സമൂഹത്തിന് മുമ്പിൽ സഹോദരങ്ങളെ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുവഹിദുകളെ ശിർക്ക് ആരോപിച്ച് നടക്കുന്ന ആളുകൾ കൂടി മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ ഇസ്ലാഹ് മാസികയിൽ വന്നിട്ടുള്ള ഒരു പരാമർശം, ആ പരാമർശ സത്യത്തിൽ അന്ധവിശ്വാസത്തിലേക്കുള്ള ഒരു വിളിയായിരുന്നു. ശിർക്കിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ അംർ ഇബ്നു ലുഹാ നാട്ടക്കുറ്റി നാട്ടിയ പോലെ അബ്ദുൽ ജബ്ബാർ മൗലവിയും ഇസ്ലാഹും കുത്തിയ ഒരു വടിയാണ് അല്ലെങ്കിൽ ഒരു നാട്ടക്കുറിയാണ് എന്ന് വരെ ഇന്ന് ഹനീഫ് കായക്കുടി ജാമ്യാനത വെച്ച് പ്രസംഗിക്കാം. എന്തുമാത്രം വലിയ അപകടകരമായ ഒരു പുതിയ വാദമാണത്. അവിടെ അബ്ദുൽ ജബ്ബാർ മൗലവി സത്യധാരയിലെ അമീദ് വൈസി അമ്പലക്കട എഴുതിയ അന്ധവിശ്വാസങ്ങളെ ശിർക്കിലേക്ക് വിളിക്കുന്ന ഈ നിർവചനങ്ങളെ വ്യക്തമായി തകർക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. അല്ലാതെ ജിന്നുകളെ വിളിച്ച് തേടാമെന്നോ ആ മലക്കുകളോട് സഹായം അഭ്യർത്ഥിക്കാമെന്നോ എപ്പോഴും തേടപ്പെടേണ്ടതാണെന്നോ ഒന്നും ആർക്കും വാദമല്ല. ഇസ്ലാം മാസികക്കും വാദമല്ല, അത് എഴുതിയ ലേഖനം വാദമല്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അന്ന് അത് മടവൂരികളും കുബൂരികളും ഉദ്ധരിച്ചപ്പോൾ വളരെ ആധികാരികമായി നമ്മൾ മറുപടി കൊടുത്തു പോന്നിട്ടുണ്ട്. ആ മറുപടി നിങ്ങൾ കൃത്യമായി അനസ് മുസ്ലിയാരുടെ വാചകത്തിലൂടെ ഒന്ന് കേൾക്കുക. ഒരു വലിയ കളവ്, ഒരു വലിയ ബഡായി. എന്താ ബഡായി എന്നറിയോ? കേട്ടുള്ളൂ അദ്ദേഹം ഒരു വലിയ ബഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രമേ പകലും ജിന്നിനോട് സഹായം ചോദിക്കാനാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ്. നമ്മൾ നടന്ന മാതിരി മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്നേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ മരുഭൂമി ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്. ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡും ഇല്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ, വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാലം സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളാനോടല്ല മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലെന്നാ. ഇപ്പൊ പറഞ്ഞത് അള്ളാനോടും പ്രാർത്ഥിക്കാം, ജിന്നിനോടും പ്രാർത്ഥിക്കാം, പിശാചിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ പറയുള്ളൂ. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുത്തരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവുദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതോട്ടിങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ.
ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. അവർ പറഞ്ഞെന്താ വെച്ചാല് അപ്പൊ കുടുങ്ങിയാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും, ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല, അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷപ്പിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരനെ പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാതെ പറയുന്നത്. കണ്ടോ, ആ വാചകം കോട്ടിമാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബൗദികം എന്ന് പറഞ്ഞാൽ എന്താണ്, മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒയ്ബിയായത് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഒരു വാചകം കിട്ടിയതുപോലെ ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദിൽ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണ്ട്. ഇവര് പണ്ടേ ചോദിക്കണ്ട്, പണ്ടേ ഇവര് ചോദിക്കാണ്ട് ഈ ചോദ്യം. എന്ത്? യാ ഇബാദല്ലാ എന്നില്ലേ മറിയ ഹാജറ ബീവി, ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മറുവയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രീല് വന്ന് അവിടെ വന്ന് നിന്നപ്പോ അയ്സ് അയ്സ് എന്ന് ചോദിച്ചില്ലേ, അയ്സ് അയ്സ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദിൽ മറുപടി പറയാം. വീണ്ടും ഇവർ ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യുക്കും അർഷിഹ, ആരാണ് അർഷിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവര് പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദിൽ മറുപടി ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാത്രല്ല, അന്ന് ശബാബിൽ എന്നൊരു ചോദ്യമുണ്ട്, ഇതേ ചോദ്യം തന്നെ. 1983 ആ കാലയളവ്, 90 ഇടയിലുള്ള കാലയളവിൽ ശബാബിൽ വന്ന ചോദ്യം. ആ ചോദ്യോത്തരം തൗഹീദ്, പ്രാർത്ഥന, തൗഹീദ്, ചോദ്യങ്ങൾക്ക് മറുപടി എന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇപ്പോഴും വിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക, അവിടെയുണ്ട് ഇത്. ഈ വാചകം കേട്ടോളൂ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. ഖുറാഫിയുടെ ചോദ്യത്തിന് മറുപടി പറയാം. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. ഇനി അടുത്ത വാചകം കേട്ടോ. എന്നാൽ അദ്ദേഹം ജിന്നിനോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അടുത്ത വാചകം കേട്ടോ. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഇത് ശബാബിനും കൃത്യമായി മുമ്പെഴുതിയതാ. ആ ചോദ്യോത്തരം തന്നെ യുവത പ്രസിദ്ധീകരിക്കുന്ന പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി ഇന്നും ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ കിട്ടും. അതിൽ വരെ മുജാഹിദിൽ കൃത്യം കണ്ടോ. അപ്പൊ സഹോദരങ്ങളെ, ഈ വിമർശനങ്ങൾ എക്കാലത്ത് ആദർശവൈരികൾ തുടങ്ങിയോ അന്നൊക്കെ പ്രമാണം ഉപയോഗിച്ച് പ്രാമാണികമായി സലഫി ഉസൂൽ അനുസരിച്ച് തന്നെ മറുപടി കൊടുത്തു പോകുന്നതാണ്. മടപൂരികൾ അത് വീണ്ടും വീണ്ടും പറഞ്ഞപ്പോ ഇസ്ലാം മാസികയിൽ തന്നെ കൃത്യമായി പത്രാധിപർ ഒരു കുറിപ്പ് നൽകി. എന്ത്? ആ വിഷയം ശിർക്കാണ്, അത് തിരുത്തേണ്ടതാണെന്നല്ല, മറിച്ച് വിശദീകരണം നൽകിയിട്ട് പറഞ്ഞു. എന്ത്? ഒരിക്കലും തന്നെ ലേഖകനോ ഇസ്ലാം മാസികയോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് ഒരു വിളി എപ്പോഴാണ് ഇബാദത്താകുന്നത്, ഒരു സഹായത്തേട്ടം എപ്പോഴാണ് ശിർക്കാകുന്നത്, കാര്യകാരണ ബന്ധം എന്താണ്, കാര്യകാരണ ബന്ധത്തിന് അധീനം എന്താണ്, അഭൗതികം ഭൗതികം എന്താണ് എന്ന് യഥാർത്ഥത്തിൽ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ വന്ന ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടാം എന്ന് ഇസ്ലാം മാസികയിൽ ലേഖകനും പറയുന്നു എന്ന് വരുത്തി തീർത്ത മടപുരികളോട് പറഞ്ഞു. എന്ത്? കള്ള് കുടിക്കുന്നത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമാണെന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ? ഞാൻ പറയാണ് കള്ളുകുടി ശിർക്കല്ല. കള്ളു കുടിക്കാൻ ഫത്വ കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? അത് ഹലാലാണ്, എനിക്ക് വാദമില്ല എന്ന് പറഞ്ഞ പോലെ സഹോദരങ്ങളെ, അവിടെ വിഷയം പഠിപ്പിക്കുക ചെയ്തല്ലാതെ ഒരിക്കലും ശിർക്കിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു ആഹ്വാനമായിരുന്നില്ല അത് എന്ന് ഇസ്ലാം മാസിക തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ട് പിന്നീട് വന്നിട്ടുള്ള ചില ലേഖനങ്ങളിൽ. അപ്പോൾ ഇവിടെ ഇത്ര കൃത്യമായി മറുപടി കൊടുത്തു.
വീണ്ടും ഇത് ആരോപിച്ചപ്പോൾ അനീഫ് കായക്കൊടി എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രാസംഗികൻ തന്നെ ഇസ്തിഖാമ പ്രോഗ്രാമിൽ വ്യക്തമായി പറയുന്ന ആ മറുപടികൾ കേട്ടോളൂ. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പ്രബോധനത്തിന്റെ മുഴുവൻ മേഖലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ആഴമാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ഈ ആദർശം മുജാഹിദുകൾ പറയുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ അനിവാര്യതയും ഇവിടെ വിശദീകരിക്കപ്പെട്ടു. സഹോദരങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മുസ്ലിമായി ജനിക്കുവാനും ജീവിക്കുവാനും ഭാഗ്യം കിട്ടി. അതിനും പുറമെ മുജാഹിദ് കുടുംബത്തിലൂടെ തന്നെ ജനിച്ച് വളർന്ന് അറബി കോളേജിലൂടെ ഖുർആനും സുന്നത്തും ഫിഖുകളൊക്കെ പഠിച്ച് അങ്ങനെ ഒരു പ്രബോധന രംഗത്ത് എത്രത്തോളം സംവാദം വരെ നടത്താനുള്ള കഴിവ് അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ ആളാണ് ആര്? ഈ ഇപ്പോൾ പ്രസംഗിച്ച അനീഫ് കായക്കൊടി. പക്ഷേ ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു തആല അവന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് മാത്രം നൽകുന്ന ഒരു കാര്യമാണ്, അല്ലേ? അത് അള്ളാഹു തആല എടുത്തു കളഞ്ഞാൽ അത് നൽകാൻ ഒരാൾക്കും കഴിയില്ല. അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, പൊന്നാര പിതൃവ്യാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ അദ്ദേഹം ശിർക്കൻ വിശ്വാസത്തിൽ മരിച്ചുപോയി. കരങ്ങിക്കലഞ്ഞ കണ്ണുമായി പുറത്തിറങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല 3 ആയത്തുകൾ ഇറക്കി ആശ്വാസം പകരുകയാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഈ ആയത്ത് ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളെ ഇവിടെ പറയേണ്ടിയും ഓർക്കേണ്ടിയും വരികയാണ്. ദുഃഖമുണ്ട് ഇതിൽ. എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, താങ്കൾ ആഗ്രഹിക്കുന്നവരെ ഹിദായത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല റസൂലേ. ഹിദായത്ത് ആർക്ക് കിട്ടണമെന്ന് അല്ലാഹു തആല കൃത്യമായി അറിയുന്നവരാണ്. ആ രൂപത്തിൽ അല്ലാഹു നൽകിയ ഹിദായത്ത് അത് പടച്ചു തമ്പുരാൻ തന്നെ എടുത്തു കളയുന്ന വിധം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രൂപത്തിൽ തൗഹീദിനെ സംരക്ഷിച്ചു പോന്ന ഹനീഫ് കായക്കൊടിയും അനസ് മുസ്ലിയാരിൽ നിന്നും അത് യഥാർത്ഥത്തിൽ വഴിമാറി ഒഴുകിപ്പോയി. അതുകൊണ്ടാണ് അവര് ഇത്ര കാലം മടവൂരികളും കുബൂരികളും ഈ വിഷയത്തിൽ ഇസ്ലാം മാസികയിൽ വന്ന പരാമർശങ്ങളെ ശിർക്കാരോപിച്ച് മുന്നേറിയപ്പോൾ ഒരിക്കലും തന്നെ അതിൽ ശിർക്കിന്റെ ഒരു വശം പോലുമില്ല, ഒരു ധ്വനിയുമില്ല, ഒരു ആഹ്വാനവുമില്ല എന്ന് വ്യക്തമായി പറഞ്ഞത്. അന്ന് യഥാർത്ഥത്തിൽ ആ ഇസ്ലാഹിന്റെ അക്ഷര ശബ്ദത്തെ അല്ലെങ്കിൽ തൗഹീദിന്റെ അക്ഷര ശബ്ദമായ ഇസ്ലാഹിനെ അവർ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. അതിലെ ഓരോ വ്യക്തികളെയും അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് ആരുടെയൊക്കെ പ്രലോഭനം വഴി ചില ഭൗതിക താല്പര്യങ്ങൾ ലഭിച്ചത് വഴി ഒക്കെ ആകാം യഥാർത്ഥത്തിൽ ഹുസൈൻ സലഫി, അബ്ദുൽ ഖാദിർ കരുവമ്പയിൽ, ഫൈസൽ മുസ്ലിയാർ, അതുപോലെ തന്നെയുള്ള സക്കരിയ സലാഹി, ജബ്ബാർ മൗലവി തുടങ്ങിയ ഈ അമീർ ഒതുക്കങ്ങൾ തുടങ്ങിയ ആളുകൾ സംരക്ഷിച്ചു പോരുന്ന ഈ ഇസ്ലാഹ് മാസികയെ ശക്തമായി വിമർശിക്കുകയും അതിൽ ലേഖനത്തെ ശിർക്ക് ആരോപിക്കുകയും ചെയ്തുകൊണ്ട് ഇത്ര കാലം മുജാഹിദുകൾ പിടിച്ചു നിന്ന ഈ സെറ്റപ്പിനെ മുഴുവനും ഈ ഖുബൂരികളുടെ മുമ്പിലും മടവൂരികളുടെ മുമ്പിലും തകിടം മറിച്ച് മാനക്കേടുണ്ടാക്കി സഹോദരങ്ങളെ ഒരു സംവാദം നടത്തി തിരിച്ചുകൊണ്ട് പോകുന്നു. ഇതെന്തിനായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്തിനായിരുന്നു ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് വളരെ വേദനയോടുകൂടി മുസ്ലിയാക്കന്മാർ ഇന്ന് നമുക്ക് നേരെ ശിർക്ക് ആരോപിച്ച് പൂർവികരായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെയും തൗഹീദിന് വേണ്ടി കേരളത്തിൽ പേനയുന്തി ഖുറാഫികളുടെ ശിർക്കിന്റെ വിശ്വാസങ്ങളെ മുനയൊടിച്ച് മുന്നോട്ട് പോയ ആളുകളെയും ശിർക്ക് ആരോപിച്ച് മുശ്രിക്കുമാക്കി മുദ്ര കുത്തുവാൻ ഖുറാഫികൾക്ക് ഓശാന പാടിക്കൊടുത്ത ഏണി വെച്ചു കൊടുത്ത ആ സംവാദത്തിലെ വേദനാജനകമായ രംഗവും അതിട്ടുകൊണ്ട് നൗഷാദ് ഹസനി എന്ന മുസ്ലിയാർ ആഘോഷിക്കുന്നതും ഒന്ന് നിങ്ങൾ കാണുക. അടുത്ത ചോദ്യം ഏത് മൂവാറ്റുപുഴയിലെ രണ്ടാമത്തെ ചോദ്യം. അല്ല കായക്കൊടി, നിങ്ങളെ നേതാവായ ജബ്ബാർ മൗലവിന്റെ പുസ്തകത്തിൽ പറയുന്നു ശിർക്കല്ല, ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? ആ ചോദ്യം കേട്ടു. ഏതായാലും ഇപ്പോൾ പറഞ്ഞെന്താ, യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിക്കുന്നത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ആ വാക്ക് പറയാൻ അയാൾക്കൊരു ചെറിയ പ്രയാസം ഉണ്ടാവും. ഏതായാകട്ടെ ശിർക്കാണ് എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചത്. അടുത്ത ഞങ്ങളുടെ ചോദ്യം, ഇത് നിങ്ങളുടെ പത്രം ഇസ്ലാഹ് പത്രം, ഞങ്ങളുടേതല്ലല്ലോ ഇസ്ലാഹ് പത്രം. ഇതിൽ നിന്ന് ഞാൻ വായിക്കുന്നു കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഹനീഫി അനസൊന്നും അവിടെ അല്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ഇൻ ബ്രാക്കറ്റ് മനുഷ്യൻ മലക്ക് ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്
പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. നിങ്ങളെ പത്രമാണ് ഈ പറയുന്നത്, നിങ്ങളുടെ ഇസ്ലാഹ് പത്രം. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാഹ് പത്രം ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമാണോ? എന്റെ രണ്ടാമത്തെ ചോദ്യം. മറുപടി പറയണം. ഇതാരാ എഴുതിയത്? നിങ്ങൾക്ക് ഇത്രക്കാലം തൗഹീദ് പഠിപ്പിച്ച ജബ്ബാർ മൗലവി. അതാ അതിന് വലിയ രസം. മണ്ണാർക്കാട് ഞങ്ങളുടെ അലവി സഖാഫി ഉസ്താദ്, മളിയേക്കൽ ഉസ്താദ്, അങ്ങോട്ട് മഞ്ചേശ്വരത്ത് പേരോട് ഉസ്താദിന്റെ കൂടെ, അതുപോലെ ആലുവയിലും, അതുപോലെ തന്നെ ഈ അടുത്ത് തലശ്ശേരിയിലും എല്ലാം നേതൃത്വം നൽകിയ, നിങ്ങളെ മുന്നിൽ തലയെ കെട്ടി നിന്നിരുന്ന ജബ്ബാർ മൗലവി എവിടെ പോയി? അയാളാണ് പറയുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. മൂവാറ്റുപുഴയിലെത്തിയപ്പോൾ ആ നേരത്തെ തലശ്ശേരിയിലും ആലുവയിലും മണ്ണാർക്കാടും ഉണ്ടായിരുന്ന ജബ്ബാർ മൗലവി മുശ്രിക്കായി എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങളെ ഇസ്ലാഹ് പറയുന്നു അഭൗതികമായ തേട്ടം അതിലില്ല, അത് പ്രാർത്ഥനയല്ല എന്ന് ജബ്ബാർ മൗലവി പറയുന്നു. ഇസ്ലാഹ് പറയുന്നു ജബ്ബാർ മൗലവി ശിർക്കിന്റെ പ്രചാരകനാണോ? ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? മറുപടി പറയും. ഇതായിരുന്നു നമ്മൾ അടുത്ത ചോദ്യം. എന്താ കായക്കൊടിന്റെ മറുപടി എന്നറിയോ? ഒരു മടിയുമില്ലാതെ അയാൾ പറഞ്ഞു, അയാൾ പണ്ടേ മുശ്രിക്കായിരുന്നു. ജബ്ബാർ പണ്ടേ മുശ്രിക്കായിരുന്നത്രേ. അതിന് സെൻസിംഗ് പത്രത്തിന്റെ ഉദ്ധരണിയോട് കൂടെയാണ് അയാൾ പറഞ്ഞപ്പോ നമ്മളെ സദസ്സ് തെക്ബീർ ചൊല്ലി. അപ്പൊ അയാൾ ചോദിച്ചു, എന്താ തെക്ബീർ തൊഴിലാളികളെ? ഇന്നലെ കോടം പോയ വന്ന് നോക്കുമ്പോ മുജാഹിദികൾ ആ തെക്ബീർ ചൊല്ലാൻ ആദ്യം തന്നെ ഒരുങ്ങി വന്നിനി. മാറ്റങ്ങളുണ്ട്, ശരിയാക്കി തരാ. ഇരിക്കട്ടെ. പണ്ടേ മുശ്രിക്കാന്ന് പറയുന്നത് കേട്ടോ, നമ്മൾ ആഘോഷിക്കുന്ന ഭാഗം. ഞങ്ങൾ പറയില്ലാന്നല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു, ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്, നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ്? സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെ കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ്. ഈ സെൻസിങ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിങ്ങിൽ എഴുതുകയാണ്, ഹനീഫ് കായക് ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശ്രിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ ദേവി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാള് മുശ്രിക്കാണോ ഇയാള് മുശ്രിക്കാണോ? അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി, ഇത് ശിർക്കാണ്. ഞങ്ങളെതിരെ പറഞ്ഞു, ഞങ്ങളത് പ്രഖ്യാപിച്ചു. നല്ല മട്ടായി. ജബ്ബാർ മുശ്രിക്ക്. അതോടൊക്കെ സക്കരിയൊക്കെ പോയി ആളാവാദത്തിലാ. സക്കരിയ സലായും കായക്കുടിയും ഒരുമിച്ചിരുന്ന് ഒരുപാട് കാലം നമുക്കെതിരെ പടപൊരുതിയില്ലേ? ഇനി കൊണ്ടുപോവാ സക്കരിയ. കായക്കൊടിയോട് പറഞ്ഞു, കായക്കൊടിക്കാരാ, ജബ്ബാർ മൗലവിയല്ലേ നമുക്ക് സംവാദത്തിന് നേതൃത്വം നൽകിയത്? ആ ജബ്ബാറിനെ മുശ്രിക്കാക്കിയില്ലേ നിങ്ങൾ? എന്ത് പണിയാ നിങ്ങൾ ചെയ്തത്? വാറ്റുപഴിയിൽ പോയിട്ട് ഉളുപ്പില്ലാതെ മുശ്രിക്കാക്കിയത് എന്തിനാ? ഉണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇതില് ഓരോ മുജാഹിദിന്റെ മനസ്സും വേദനിക്കുകയാണ്. കാരണം എന്താ? ഇന്ന് വരെ ഖുറാഫികളുടെ മുമ്പില് മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദിൽ പുഴുക്കത്തേറ്റിട്ടുണ്ടായിരുന്നു. വിശ്വാസം യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഒരു മാറ്റം നിർബന്ധമായിരുന്നു എന്ന് ഒരാൾക്കും പറയാൻ പറ്റാത്ത വിധം അജയ്യമായി കൊണ്ടുപോകുന്നതിനിടയിൽ എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ മുജാഹിദുകളുടെ മനസ്സുകളെ കീറിമുറിക്കുന്ന ഒരു ദുരന്തം വിതച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന വേണം. നോക്കൂ നിങ്ങൾ, ഈ ലേഖനത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ആ വാചകത്തിന് ആധികാരികമായി നമ്മൾ മറുപടി കൊടുത്തു പോകുന്നതല്ലേ? ആ മറുപടി യഥാർത്ഥത്തിൽ ഇത് ഈ ശിർക്ക് പ്രചാരകർക്ക് പോലും പൂർണ്ണ സംതൃപ്തിയായതുകൊണ്ടാണ് അവർ പിന്നീട് അതുമ്മല് മെനക്കെടാതെ നിന്നിരുന്നത്. പക്ഷേ ഒരു വിഭാഗം ഇതിനകത്ത് തന്നെ ഇതിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കൃത്യമായ ധാരണ അവർക്കുണ്ടായി. ആ ധാരണ അവർക്ക് എങ്ങനെ ഉണ്ടായി എന്ന് അല്ലാഹു ആലം. പല ലേഖനങ്ങളുടെയും പല സീഡികളും പുറത്തിറക്കി കൊടുത്തിട്ടൊക്കെ ഖുബൂരികൾക്കും മടവൂരികൾക്കും അത് ബോധ്യമായി. അപ്പോൾ അവർ നിർജീവമായി കിടക്കുന്നിടത്ത് വീണ്ടും ഒന്ന് പ്രയത്നിച്ചു. ഇല്ല, ഒന്നും കൂടി നമ്മൾ ഈ
വാരോലയുമായി രംഗത്ത് വന്ന് മെനക്കെട്ടാൽ മുജാഹിദ് പ്രസ്ഥാനം തകരും, ഉള്ളിൽ തന്നെ ഒരു വലിയ ഭിന്നിപ്പുണ്ടാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി വീണ്ടും സംവാദത്തിൽ പ്രിപ്പറേഷൻ ചെയ്ത് കൊണ്ടുവന്നു. അവിടെയാണ് സഹോദരങ്ങളെ ഇത് ഉടച്ച് ഈ രൂപത്തിൽ നശിപ്പിച്ചു കളഞ്ഞത്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ജാമിയ നബവിയിൽ വെച്ചുകൊണ്ട് ഇവിടെ ജബ്ബാർ മൗലവി മുശ്രിക്കാണ്, കായക്കൊടി പറഞ്ഞു സക്കരിയ സലാഹിയുടെ ഇസ്ലാഹ് മാസികയുടെ ആ വിശ്വാസം, ആ പ്രചാരം ശിർക്കാണ് എന്ന് അവിടെ സമ്മതിച്ച ഈ കായക്കൊടി പിന്നീട് അതിനെ ന്യായീകരിച്ച് നിലനിർത്തുവാൻ വേണ്ടി ഖുറാഫികൾ പോലും പറയാത്ത വിധം വ്യാഖ്യാനങ്ങൾ നൽകി അയാള് ചോദിക്കുകയാണെന്ത്, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടയടുത്തു നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല, തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ഒരു ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, എനിക്കൊരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അതിൽ അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയോ അല്ല എന്ന് അമീദ് വൈസി അമ്പലക്കടവിന്റെ യുക്തിവാദങ്ങൾക്ക് ദുർബല ഹദീസുകളെ മുൻനിർത്തി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൊടുത്ത മറുപടിയാണ്. എപ്പോഴാണ് ഒരു വിളി യഥാർത്ഥത്തിൽ അഭൗതികമാകുക, തേട്ടമാകുക, ശിർക്കാകുക എന്ന് പറഞ്ഞു കൊടുത്തതാണ്. അതിനെ സഹോദരങ്ങളെ ഇപ്പോൾ ഇവിടെ അടിയറ വെച്ച കായക്കൊടിക്കാരൻ ജാമിയ നബവിയിൽ വെച്ച് മുജാഹിദുകളുടെ മുമ്പിൽ വീണ്ടും വിശ്വാസം ഉണ്ടാക്കുക. കാരണം ആശയക്കുഴപ്പമുണ്ടാക്കാൻ അത് പ്രത്യേകമായി പഠിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ വേറൊരു സലാഹിയോട് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹം അത് പറഞ്ഞത് നിങ്ങളത് കേൾക്കുക. അബ്ദുൽ ജബ്ബാർ മൗലവി ഇതിന് പറഞ്ഞ ന്യായങ്ങൾ എന്താണ്? ഒന്ന്, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല. ജിന്നിനോടുള്ള അതല്ലെങ്കിൽ മലക്കിനോടുള്ള ഈ സഹായതേട്ടം കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതല്ല എന്നാണ്. എന്നാൽ ഇത് അപ്പുറത്തുള്ളതല്ലേ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നും മനുഷ്യനും തമ്മിലുള്ളത്? നാം പറയുന്നത് ജിന്നിന് എങ്ങനെ കേൾക്കാൻ കഴിയും? എന്താ സഹോദരങ്ങളെ ഈ പറയുന്നത്? എന്ത് കാര്യകാരണ ബന്ധമാണ് മനുഷ്യനും ജിന്നും തമ്മിലുള്ളത്? അപ്പൊ യഥാർത്ഥത്തിൽ ഇവരിപ്പോ വാദിച്ചു കൊണ്ടുവരിക്കുന്ന എന്താണ്? ജിന്ന് എന്ന വർഗം തികച്ചും എന്താണ്? അഭൗതികമാണ്. മനുഷ്യനുമായി സഹവസിക്കുവാനോ ഇടപഴകുവാനോ അല്ലെങ്കിൽ ബന്ധപ്പെടുവാനോ സാധിക്കാത്ത വിധം ഒരു സൃഷ്ടിയാണ് എന്ന വാദം ചിലപ്പോഴെങ്കിലും മനുഷ്യൻ അങ്ങോട്ട് ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു സൃഷ്ടിയാണ് എന്നാണ്. അങ്ങനെ ആകുമ്പോ ഏതെല്ലാം ഹദീസുകൾ നിഷേധിക്കേണ്ടി വരും? ഒന്ന്, ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, അനിൽ ഖുഹാനി ജ്യോത്സ്യന്മാരെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു, ലൈസ ബിശൈ, അവരൊന്നുമല്ല, ഒരു കുന്തുമല്ല. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അങ്ങനെ പറയരുത് നബിയെ, അവർ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ഒത്തുവരുന്നുണ്ടല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അത് ശൈത്താന്മാര് ചിലതൊക്കെ കട്ടുകേട്ട് ഇവരുടെ കാതിൽ കുറുകി കൊടുക്കുകയാണ്, കോഴി കുറുകുന്ന പോലെ. അപ്പോൾ അവർ പറയും. അപ്പൊ ഇവർ എങ്ങനെ പറയുന്നത് മനസ്സിലാകുക എന്ന് ചോദിച്ച കായക്കൊടിക്കാരൻ എവിടെ എത്തി? ഹദീസുകളെ പോലും നിഷേധിക്കുന്ന വാദത്തിലേക്ക് എത്തൂലേ? ജിന്നുകൾ സഹോദരങ്ങളെ, പിശാചുക്കള് ജ്യോത്സ്യന്മാരുമായി ഇടപഴകിയിട്ട് ഏതെല്ലാം തരത്തിലുള്ള ഉപകാരങ്ങളും ഉപദ്രവങ്ങളും സമൂഹത്തിൽ ചെയ്യുന്നുണ്ട് ഇല്ലേ? അത് മാത്രം ആലോചിച്ചാൽ പോരെ? അപ്പൊ അവിടെയൊക്കെ കാര്യകാരണ ബന്ധത്തിന് അതീതമാണ്, അത് അഭൗതികമാണെന്ന് വിശ്വസിച്ചാൽ പിന്നെ പടച്ചോന് എന്ത് വിലയുള്ളത്? അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഉപകാരങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും എന്ത് മഹത്വമാണുള്ളത്? ഇവരിപ്പോ പറഞ്ഞ് അള്ളാഹുവിനെയും പിശാചിനെയും നമ്മളൊന്നാക്കി പറഞ്ഞു വന്ന് നോക്കുമ്പോ അള്ളാന്റെ കഴിവും ശൈത്താന്റെ കഴിവും ഒന്നാണെന്നാ ഇവരെ വാദപ്രകാരം വരിക. ഇത് ഇത്രകാലം മടപൂരികൾ പറഞ്ഞപ്പോ മറുപടി കൊടുത്ത ആളുകളല്ലേ ഈ രൂപത്തിലേക്ക് ഒന്ന് നിറം മാറുന്ന പോലെ മറം മാറേണ്ടി വന്ന്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഈ കപടമുഖം ശക്തമായി മനസ്സിലാക്കാൻ മഹത്തായ കേരള ജമിയത്തുൽ ഉലമയും KNM-ഉം നമുക്ക് ഈ ആദർശ പ്രബോധന രംഗത്ത് ഇന്നും മാതൃകയായി നിലനിൽക്കുവാൻ, അതിനെ കളങ്കപ്പെടുത്തുവാൻ ഒരാളെയും അനുവദിക്കുകയില്ല എന്ന നിറഞ്ഞ മനസ്സോടെ ഇവിടെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലാതെ വേറൊന്നിനല്ല. അനസ് മുസ്ലിയാർ ഈ കായക്കൊടിയുടെ വാദം ആര് ചപ്പിത്തുപ്പിയതാണെന്ന് പറയുന്നുണ്ട്. അഥവാ മടവൂരികൾ ഒരുപാട് കാലം ചവച്ച് തുപ്പിയപ്പോ ഒരുവിധം ചണ്ടിയൊക്കെ ഒരു കുടിച്ചിട്ടാണ് ഇട്ടത്. പിന്നെ എന്ത് ചെയ്തു? EK സുന്നിയാൾ AP സുന്നിയാൾ രണ്ടാമത് ആ ചണ്ടി ഒന്നും കൂടി ചവച്ചു നോക്കിയപ്പോൾ ലേശൊരു നീര് കിട്ടി. ഓൽക്കും മനസ്സിലായി ഇതുമെന്ന് വലിയ വിറ്റാമിൻ ഒന്നുമില്ല, ഓലും തുപ്പി. ആ ചപ്പ് ചവറിൽ പോയി ചിരകിയാണ് ഇപ്പൊ ചെയ്തത്. എന്നിട്ട് അതിൽ വല്ല പൊടിയും പൊട്ടുണ്ടെങ്കിൽ അത് തിന്നിട്ട് രണ്ടാമത് തുപ്പി വെക്കാം. അതുകൊണ്ട് ഈ ചപ്പി തുപ്പിയ ആളുകൾക്ക് നേരെ നൽകിയ വിമർശനം ഇപ്പോൾ ശരവർഷമായി തിരിച്ചു വരുന്നത് കായക്കൊടിക്കാരന്റെ നെഞ്ചത്തേക്ക് തന്നെയാണ്. കേട്ടോളൂ.
ഒയ്ബിയായ നിനക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഒയ്ബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഒയ്ബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ്, ആരെങ്കിലും ചപ്പ്ളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാ നിൽക്കണം എന്തിനാ? എന്തെങ്കിലും ആരെങ്കിലൊക്കെ ചപ്പടാച്ച് ചപ്പിയാൽ നിങ്ങൾ കയറി ചപ്പാ നിൽക്കണം എന്തിനാണ്? ആരാപ്പ ചപ്പണത്? ആരാ ചപ്പണത്? മടപൂരികളുടെ തലതിരിഞ്ഞ തൗഹീദ് നെഞ്ചിലേറ്റാൻ മുജാഹിദുകളോട് നിർബന്ധിക്കുന്ന വിരലെണ്ണാവുന്ന ചില കുതന്ത്രങ്ങൾ മാത്രം. അവരല്ലാത്ത ആരും ആധികാരികമായി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഹുസൈൻ സലഫി, ഡോക്ടർ, പിന്നെ അതുപോലെ തന്നെ എം അക്ബർ, അതുപോലെ തന്നെ നമുക്കറിയാം അബ്ദുൽ ഹക്ക് സലമി ആമയോ, ഇങ്ങനെ വിരലെണ്ണാവുന്ന പ്രഗത്ഭരായ ആലിമീങ്ങൾ, സലഫിയത്തിനെ മനസ്സിലാക്കിയ ആളുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള വിവരക്കേടിനെ പിന്താങ്ങിയോ? ഇല്ല. ഇന്നും ഹുസൈൻ സലഫി ഇസ്ലാം മാസിക ശിർക്ക് പ്രചരിപ്പിച്ച മാസികയാണ്. ഞാൻ അതിന്റെ എഡിറ്റർ ബോർഡിൽ നിന്ന് രാജിക്കാന്ന് പറഞ്ഞോ? ഒഴിവായോ? ഇല്ല. അപ്പോ സത്യത്തിൽ ആ ചപ്പടാച്ചി ചപ്പിയ ആളുകൾ ആരാണ്? മടവൂരികളുടേത് എടുത്തുദ്ധരിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി കൃത്യമായി അനസ് മൗലവി തന്നെ വീണ്ടും ആ വിഷയം ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾ കേട്ടോളൂ. സ്വന്തമായിട്ട് വായിച്ചു പഠിക്കണ്ടേ? ആരെങ്കിലും കൊണ്ടുനടക്കണ കണ്ടപ്പോ കൊള്ളാലോ, അത് നമുക്കും പറ്റുമോ, നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാല്ല കുറച്ച് സമയത്തിന് ശേഷം ഇയാൾ എന്നെ പറയണ്ട് പെട്ടത് അല്ലേ. ചാത്തൻ പോത്തൻ കുറിഞ്ചാത്തന്മാർ തെക്ക് വടക്കോട്ടോടുകയാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് കുറെ ചാത്തന്മാരും പോത്തന്മാരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആ ചടഞ്ഞതും കൊണ്ട് ഓടി നോക്കി. എന്നിട്ട് ഒന്നും സംഭവിച്ചോ? വല്ലതും സംഭവിച്ചോ? കേരളത്തിൽ വല്ലതും സംഭവിച്ചോ? കുറെ ചാത്തന്മാർ റോഡിലൂടെ ഓടി എന്നല്ലാതെ. അതുകൊണ്ട് ആരെങ്കിലും ചപ്പി തുപ്പിയത് അത് വാരി അണ്ണാക്കിലിടാൻ ശ്രമിക്കരുതേ പൈസി എന്നാണ് ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ളത് അല്ലെ. കുറെ ഓടിയതല്ലേ ഇതൊക്കെ ഇവിടെ. അപ്പോ ഒന്നും പുതിയതല്ല, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ. ഇപ്പൊ ആരാണ് ആ പുതിയ കുപ്പി വായിലാക്കി ചപ്പണത്? ഇതാണ് മലർന്നു കിടന്ന് മോട്ടറിൽ തുപ്പിയാൽ തുപ്പലൻ സ്വന്തം ചിറിയിലേക്ക് വരുമെന്ന് പറഞ്ഞത് അല്ലെ. ഈ ഒരു ഗതികേട് ഇസ്ലാം പ്രസ്ഥാനത്തിൽ ആധികാരികമായി ഖുർആനും സുന്നത്തും കൃത്യമായി സലഫുകളുടെ പാതയനുസരിച്ച് നെഞ്ചിലേറ്റ് ഏതെങ്കിലും ഒരു പണ്ഡിതനോ എഴുത്തുകാരനോ ഒരു പ്രവർത്തകനോ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ അപമാനം മൊത്തം നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യം? ഇല്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ കല്ലും നെല്ലും വേർതിരിച്ച് പതിരി കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ ഒരിക്കലും വേറെ രൂപത്തിലുള്ള വ്യക്തിവൈരാഗ്യങ്ങളല്ല. അടുത്ത ക്ലിപ്പുകൾ കേട്ടോളൂ. സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് എന്ന് എന്തായിരുന്നു നിർവചനം മാറ്റിയത്? സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് എന്ന്. ഇൻഷാല്ലാ നിർവചനം നമ്മൾ കേൾപ്പിച്ചു തരാം. അവർ മാറ്റിയ നിർവചനം കേൾപ്പിച്ചരാന്ന്. സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കൽ, അതാണ് പ്രാർത്ഥന. അത് മുജാഹിദുകൾ മാറ്റിയ നിർവചനമാണ് എന്ന്. അത് നമ്മൾ പിന്നെ കേൾപ്പിക്കുന്നു. മൂലാരി കേൾപ്പിക്കണ്ട, ഞങ്ങൾ കേൾപ്പിച്ചരാ. എവിടുന്നല്ലേ? ഇത് യുവത ഇറക്കിയ ബുക്ക്, ലേറ്റസ്റ്റ് ബുക്കാണ്. യുവത ഇറക്കിയ ബുക്ക്. യുവത എന്ന് പറഞ്ഞാല് മടവൂരികളുടെ പ്രസിദ്ധീകരണാലയം. ആരുടെ ഫത്വ? കെ എം മൗലവിയുടെ ഫത്വ. ഏത്? കെ എം മൗലവിയുടെ ഫത്വ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ, അദ്ദേഹം കൊടുത്ത ഫത്വ കെ എം മൗലവി. ആ കെ എം മൗലവിയുടെ ഫത്വകൾ ഇതൊന്ന് വായിച്ച് പഠിച്ചൂടെ മദനി? നന്നായിട്ട്. എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം? ഞങ്ങളൊക്കെ സുന്നിയായിരുന്നു. ആ സുന്നിയായിരുന്ന ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതൊക്കെ വായിച്ച് പഠിച്ച് ആദർശം പഠിച്ചിട്ടാ വാദോറേ നടക്കണത്. ഈ മദനി എന്നൊക്കെ പറഞ്ഞ സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഒന്ന് വായിച്ചൂടെ ഈ ബുക്ക്? കെ എം മൗലവിയുടെ ബുക്കെങ്കിലും ഒന്ന് വായിച്ചു നോക്കൂടെ? ഞാനല്ല പറയുന്നത്, കേട്ടോളൂ. മുജാഹിദുകൾ മാറ്റിയ, മുജാഹിദുകൾ തിരുത്തിയ നിർവചനാണ്, പുതിയ നിർവചനം ഉണ്ടാക്കിയതാണ്. എന്നാ ഇതിന്റെ 136-ാമത്തെ പേജ് കേട്ടോ. കെ എം മൗലവിയുടെ ഫത്വ. കെ എം മൗലവിയുടെ ഫത്വ. അത് KNM പബ്ലിഷ് ചെയ്തല്ല, യുവത പബ്ലിഷ് ചെയ്തത്. CP ഉമർ സുല്ലമി. ആ CP ഉമർ സുല്ലമിയാണ് ഇതിന് അദ്ദേഹമാണ് ആമുഖം എഴുതിയിട്ടുള്ളത്. CP ഉമർ സുല്ലമി ആമുഖം എഴുതിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് കൃത്യമായി കേട്ടോളൂ. അതായത് എഴുതി വെക്കണം. അതായത് അള്ളാഹുവിന്റെ ശക്തിയിൽ മാത്രമുള്ളതും സൃഷ്ടികളുടെ ശക്തിക്കപ്പുറത്തുള്ളതുമായ
രക്ഷയോ സഹായമോ ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു തരുവാൻ വേണ്ടിയുള്ള ദുആ. എന്റെ ബ്രാക്കറ്റിൽ വളരെ അങ്ങേയറ്റമുള്ള താഴ്മയോടുകൂടിയുള്ള അപേക്ഷ അള്ളാഹുവിനോട് മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. അപ്പൊ സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് പുതിയ നിർവചനമല്ല, KM മൗലവി എഴുതിയ നിർവചനം. ഇനി ആ നിർവചനം നിങ്ങൾക്ക് പറ്റൂലേ എങ്കിൽ ദാ ഇത് പ്രാർത്ഥന തൗഹീദ്, യുവത തന്നെ ഇറക്കിയ ബുക്ക്, യുവത എഴുതിയ ബുക്ക് പ്രാർത്ഥന തൗഹീദ്, ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി എഴുതിയ ബുക്ക്. ഇതിന് കേട്ടോളൂ, എന്താ ഇതിൽ പറയുന്നത്? ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ്, സൃഷ്ടികൾക്ക് ഒരാൾക്കും കൊടുക്കാത്ത കഴിവ്. ആ കഴിവാണ് അഭൗതികം എന്ന് പറയുമ്പോൾ മുജാഹിദുകൾ ഉദ്ദേശിക്കുന്നത്. ഇത് കൃത്യമായി പ്രാർത്ഥന തൗഹീദ് ബുക്ക്, ഇതിപ്പോ താഹ ബുക്ക് സ്റ്റാളിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാ. താഹ ബുക്ക് സ്റ്റാളിന്ന് ഒറിജിനൽ ബുക്ക്, ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ബുക്ക് വായിച്ചു നോക്കൂ, പരിശോധിക്കൂ. അപ്പൊ പുതിയ നിർവചനമാണോ ഇത്? ഒരിക്കലും പുതിയ നിർവചനമല്ല, കൃത്യമായി ഇതിൽ തന്നെ കാണാം. ഇത് അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യന് ഭൗതികമായ സുഖങ്ങളും പണങ്ങളും ഒക്കെ കിട്ടിയാൽ ചില ആളുകളുടെ നിർവചനമൊക്കെ മാറും എന്നുള്ളത് നമുക്കിപ്പോ ബോധ്യമാകാം. പക്ഷെ മുജാഹിദ് സ്ഥാനത്തെ നിർവചനം ഒരു കാലത്തും മാറൂല. അത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അള്ളാഹു തആല നൽകിപ്പോന്ന ആ തൗഹീദ്, ആ വിശ്വാസം തന്നെയാണ് എന്നും നമ്മൾ നെഞ്ചിലേറ്റുന്നത്. അതിൽ ഒരു പുഴുക്കുത്തു ഏറ്റിട്ടില്ല, ഒരു പുഴുക്കുത്തു ഏറ്റിട്ടില്ല. അപ്പൊ ഈ രൂപത്തിൽ മദനിമാരെയും സുല്ലമിമാരെയും ഖബൂരിമാരെയും ഒക്കെ മുട്ടുകുത്തിച്ച് വളരെ വാചാരമായി ആധികാരികമായ വിഷയങ്ങളൊക്കെ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയി ഇരുന്ന് പഠിച്ച് സംവാദങ്ങളിലും മുഖാമുഖങ്ങളിലും ഖബറപ്രസംഗങ്ങളിലൊക്കെ അവതരിപ്പിച്ചിട്ട് സഹോദരങ്ങളെ ആ മനുഷ്യന് നേരെ പിന്നീട് ശിർക്ക് ആരോപിക്കുക, മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുഴുവൻ ആളുകളെയും വിശ്വാസിലാക്കുക. എന്തിനാണ് ഈ രൂപത്തിൽ നടക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ. ഇവിടെ മൂവാറ്റുപുഴ സംവാദത്തിൽ പൂർവികരായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ പറഞ്ഞു പോകുന്ന ആ നിലപാടനുസരിച്ച് തന്നെ നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നമുക്ക് യഥാർത്ഥ ഇമാമുകളെയോ അതുപോലെ തന്നെ സലഫി പണ്ഡിതന്മാരെയോ ഇസ്ലാഹ് മാസികയെയോ മുജാഹിദ് പ്രസ്ഥാനത്തെയോ അപമാനിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് മുജാഹിദായ നമ്മൾ ഉൾക്കൊള്ളുന്നതിനേക്കാൾ വളരെ ആഴത്തോടുകൂടി സഹോദരങ്ങളെ ഇസ്ലാഹ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന വയോവൃദ്ധനായ പിന്നെ നമ്മുടെ ലബ്ബാദാരിമി, അദ്ദേഹം അതിൽ വിഷയം അവതരിപ്പിച്ച ആളാണ്. ആ ലബ്ബാദാരിമി വ്യക്തമായി പറയുകയാണെന്ന് അന്ന് ആ പറഞ്ഞ അനീഫും അനസും എൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ അവരോട് കൃത്യമായി പറഞ്ഞിരുന്നു, ഈ വിവാദം ഉണ്ടാകുമ്പോൾ നമ്മൾ മണ്ണാർക്കാട് സംവാദത്തിലൊക്കെ സക്കരിയ സ്വലൈഹി അവതരിപ്പിച്ച രൂപത്തിൽ അവതരിപ്പിക്കാവൂന്ന്. പക്ഷെ അതവർ കേട്ടില്ല. കാരണം എന്താ, അവരവിടെ വന്നത് വേറെ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ലക്ഷ്യം സാക്ഷാത്കരിച്ച് അവർ കടന്നുപോയത്. പക്ഷേ പാവം ലബ്ബാദാരിമി ആ സത്യം തുറന്നു പറഞ്ഞു. കേട്ടോളൂ. സംവാദത്തിന് വന്ന അതിന്റെ തലേ ദിവസം ഹനീഫും അനസും കൂടി വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഈ ജിന്ന് സിഹിർ വിഷയങ്ങളൊക്കെ ഇങ്ങനെ വലിയ വിവാദമായിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവർ ആദ്യമായി യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ മണ്ണാറക്കാട് അന്ന് നമ്മൾ സ്വീകരിച്ച ആ നിലപാട് തന്നെ അന്ന് അവിടെ പറഞ്ഞ അതേ മറുപടി തന്നെ പറഞ്ഞാൽ മതി. ആ ഹദീസ് ലഈഫാണ്, അത് ഹുജ്ജത്തിന് പറ്റൂല. നമ്മൾ വ്യവസ്ഥ തയ്യാറാക്കിയപ്പോ സഹീഹായ ഹദീസ് ധരിക്കണമെന്നാണ് നമ്മൾ വ്യവസ്ഥയിൽ എഴുതിയിരുന്നത്. ഇത് ഹദീസ് ലഈഫാണ് എന്ന് അവിടെ മറുപടി പറയുകയും അപ്പോ അവര് ആ ഹദീസ് സഹീഹാണെന്ന ചില ഉദ്ധരണികൾ അവിടെ കൊണ്ടുവരികയും ചെയ്തപ്പോ അന്ന് അവിടെ പറഞ്ഞ മറുപടി, സക്കരിയ സ്വലാഹി പറഞ്ഞ മറുപടി, അത് സഹീഹാണെന്ന് വന്നാൽ പോലും നിങ്ങൾക്കതിൽ തെളിവില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിലപാടിന് അവിടെ തെളിവില്ല. കാരണം അവിടെ ലൈസ ബിഹ അനീസുൻ, മനുഷ്യരില്ലാത്ത ഒരു സ്ഥലത്താണ് വിളി, മനുഷ്യരില്ല. അപ്പൊ പിന്നെ ആരെയാണ് വിളിക്കുന്നത്? അവിടെ വല്ല നമ്മളെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന വല്ല മലക്കുകളോ ജിന്നുകളോ ഒക്കെ ആകാം. ഈ മറുപടിയാണെന്ന് പറഞ്ഞത്. ആ മറുപടി അന്ന് പറഞ്ഞതിന് ശേഷം ആ ഹദീസ് അവർ തൊട്ടിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് അതേ മറുപടി തന്നെ പറഞ്ഞാൽ മതി എന്ന് ഞാൻ തലേ ദിവസം വന്ന ഹനീഫിനോടും അനസിനോടും പറഞ്ഞിരുന്നു.
പറഞ്ഞിട്ടുണ്ട്. ജക്കരിയ സ്വലാഹിയും ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ശിർക്കാണെന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. അത് പല പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ കേട്ടതാണ്. അതേസമയം ഈ ഹദീസ് ശിർക്കാണോ, ഹദീസ് ശിർക്കാണെന്ന് നമ്മൾ പറയണ്ട. കാരണം ഒരു സലഫി പണ്ഡിതനും ആ ഹദീസ് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഇതിന്റെ പേരിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു പോറൽ ഏൽക്കണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുകയില്ല. കാരണം ഈ പ്രസ്ഥാനത്തെ മറികടക്കാൻ ഒരു പ്രസ്ഥാനവും ഇന്നിവിടെ ഇല്ല. ഹലോ സഹോദരങ്ങളെ, അന്ധവിശ്വാസത്തിൽ നിന്ന്, ശിർക്ക്, ഖുറാഫാത്ത്, ബിദ്അത്തുകളിൽ നിന്ന് ഖുർആനും സുന്നത്തുമാണ് യഥാർത്ഥത്തിൽ മുസൽമാന്റെ ആധാരമെന്നും അതിനെ പൂർവികർ മനസ്സിലാക്കിയ രൂപത്തിൽ മനസ്സിലാക്കിയെങ്കിലേ സ്വർഗം കിട്ടുമെന്നും മുജാഹിദുകളുടെ വഅ്ള് കേട്ട് കാര്യം ബോധ്യപ്പെട്ട് കടന്നു വന്ന ആ നിഷ്കളങ്കനായ ലബ്ബാധാരിണിയുടെ വാക്ക് പോലും സത്യത്തിൽ സ്വീകരിക്കാതെ അവിടെ കൊണ്ടുപോയി മുജാഹിദ് പ്രസ്ഥാനത്തെ മാനക്കേടിന് വിധേയമാക്കുകയല്ലേ ചെയ്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മണ്ണാർക്കാട് സംഭവത്തിൽ 2004 സക്കരിയ സ്വലാഹി കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രതിനിധിയായി കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാര് വിട്ട ആരാണ്? സംവാദത്തിന് വിട്ട ആളാണ്. ആ സക്കരിയ സ്വലാഹി ശിർക്ക് സമൂഹത്തിൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഇസ്തിഹാസക്ക് തെളിവായി